ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്ന്? ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന്? വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന്? ഉത്തരം 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെ? വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെ? ഉത്തരം തലയോലപ്പറമ്പ്. ബഷീറിന്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ബഷീറിന്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പിതാവിന്റെ പേരെന്ത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പിതാവിന്റെ പേരെന്ത്? ഉത്തരം കായി അബ്ദുറഹ്മാൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാവിന്റെ പേരെന്ത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാവിന്റെ പേരെന്ത്? ഉത്തരം കുഞ്ഞാത്തുമ്മ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയുടെ പേരെന്ത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയുടെ പേരെന്ത്? ഉത്തരം ഫാബി ബഷീർ. ഫാബി ബഷീറിന്റെ മുഴുവൻ പേരെന്ത്? ഫാബി ബഷീറിന്റെ മുഴുവൻ പേരെന്ത്? ഉത്തരം ഫാത്തിമ ബീവി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിന്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് ഏത് വർഷം? ബഷീറിന്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് ഏത് വർഷം? ഉത്തരം 1973. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? ഉത്തരം പത്മശ്രീ അവാർഡ്. ബഷീറിന് പത്മശ്രീ അവാർഡ് ലഭിച്ചത് ഏത് വർഷം? ബഷീറിന് പത്മശ്രീ അവാർഡ് ലഭിച്ചത് ഏത് വർഷം? ഉത്തരം 1982. ബഷീറിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ഏത് വർഷം? ബഷീറിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ഏത് വർഷം? ഉത്തരം 1993. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച വർഷമേത്? ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച വർഷമേത്?
ഉത്തരം 1970. ബഷീറിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച വർഷമേത്? ബഷീറിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച വർഷമേത്? ഉത്തരം 1981. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നതാര്? മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്ന്? ബഷീറിന്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്ന്? ഉത്തരം 2009 ജനുവരി 1. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏത്? ഉത്തരം പ്രേമലേഖനം. പ്രേമലേഖനം എന്ന ബഷീറിന്റെ ആദ്യ കൃതി പ്രസിദ്ധീകരിച്ചത് ഏതു വർഷം? പ്രേമലേഖനം എന്ന ബഷീറിന്റെ ആദ്യ കൃതി പ്രസിദ്ധീകരിച്ചത് ഏതു വർഷം? ഉത്തരം 1943. ബഷീർ രചിച്ച ഏക ബാലസാഹിത്യ കൃതി ഏത്? ബഷീർ രചിച്ച ഏക ബാലസാഹിത്യ കൃതി ഏത്? ഉത്തരം സർപ്പയജ്ഞം. ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ഉത്തരം ബാല്യകാലസഖി. ബാല്യകാലസഖി എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് ഏതു വർഷം? ബാല്യകാലസഖി എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് ഏതു വർഷം? ഉത്തരം 1944. ബഷീർ രചിച്ച നാടകം ഏത്? ബഷീർ രചിച്ച നാടകം ഏത്? ഉത്തരം കഥാബീജം. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്ത്? ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്ത്? ഉത്തരം ഉജ്ജീവനം. ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലിക നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലിക നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ. ഇമ്മിണി ബല്യ 1 ഇത് ഏത് കൃതിയിലെ പ്രയോഗമാണ്? ഇമ്മിണി ബല്യ 1 ഇത് ഏത് കൃതിയിലെ പ്രയോഗമാണ്? ഉത്തരം ബാല്യകാലസഖി. ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതായിരുന്നു? ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഉത്തരം കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹം. ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്ന മരം ഏത്? ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്ന മരം ഏത്? ഉത്തരം മാംഗോസ്റ്റീൻ. ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പേരുള്ളത്?
ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പേരുള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് ഏത് വർഷം? പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് ഏത് വർഷം? ഉത്തരം 1959. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത്? മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം EM അഷ്റഫ്. ബഷീർമാല എന്ന പാട്ടുകാവ്യത്തിന്റെ രചയിതാവ് ആര്? ബഷീർമാല എന്ന പാട്ടുകാവ്യത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം MN കാരശ്ശേരി. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ്? നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകൾ. കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവലേത്? കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവലേത്? ഉത്തരം പ്രേമലേഖനം. മജീദും സുഹ്റയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതിയേത്? മജീദും സുഹ്റയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതിയേത്? ഉത്തരം ബാല്യകാലസഖി. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേരെന്ത്? ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേരെന്ത്? ഉത്തരം കടുവക്കുഴി ഗ്രാമം. ന്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന ബഷീറിന്റെ നോവൽ പ്രസിദ്ധീകരിച്ചത് ഏത് വർഷം? ന്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന ബഷീറിന്റെ നോവൽ പ്രസിദ്ധീകരിച്ചത് ഏത് വർഷം? ഉത്തരം 1951. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതിയേത്? ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതിയേത്? ഉത്തരം നേരും നുണയും. ബഷീറിന്റെ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം?
ബഷീറിന്റെ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം ചെവിയോർക്കുക അന്തിമകാഹളം. എന്റെ ബഷീർ എന്ന കവിത രചിച്ചതാര്? എന്റെ ബഷീർ എന്ന കവിത രചിച്ചതാര്? ഉത്തരം ONV കുറുപ്പ്. ചലച്ചിത്രമായി തീർന്ന ബഷീറിന്റെ ഒന്നാമത്തെ നോവലേത്? ചലച്ചിത്രമായി തീർന്ന ബഷീറിന്റെ ഒന്നാമത്തെ നോവലേത്? ഉത്തരം മതിലുകൾ. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര്? പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര്? ഉത്തരം PN ബക്കർ. ബഷീറിന്റെ നോവലായ ബാല്യകാലസഖി ചലച്ചിത്രമായപ്പോൾ അതിൽ നായകനായി അഭിനയിച്ചത് ആര്? ബഷീറിന്റെ നോവലായ ബാല്യകാലസഖി ചലച്ചിത്രമായപ്പോൾ അതിൽ നായകനായി അഭിനയിച്ചത് ആര്? ഉത്തരം മമ്മൂട്ടി. ഭാർഗവീനിലയം എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത് ആര്? ഭാർഗവീനിലയം എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഭാർഗവീനിലയം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആര്? ഭാർഗവീനിലയം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആര്? ഉത്തരം A. വിൻസെന്റ്. ഭാർഗവീനിലയം എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആരായിരുന്നു? ഭാർഗവീനിലയം എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആരായിരുന്നു? ഉത്തരം മധു. ഭാർഗവീനിലയം എന്ന ചലച്ചിത്രത്തിൽ നായികയായി അഭിനയിച്ചത് ആരായിരുന്നു? ഭാർഗവീനിലയം എന്ന ചലച്ചിത്രത്തിൽ നായികയായി അഭിനയിച്ചത് ആരായിരുന്നു? ഉത്തരം വിജയ നിർമ്മല. ഭാർഗവീനിലയം എന്ന ചലച്ചിത്രം ബഷീറിന്റെ ഏത് കൃതിയുടെ ദൃശ്യവിഷ്കാരമാണ്? ഭാർഗവീനിലയം എന്ന ചലച്ചിത്രം ബഷീറിന്റെ ഏത് കൃതിയുടെ ദൃശ്യവിഷ്കാരമാണ്? ഉത്തരം നീലവെളിച്ചം. ബഷീറിന്റെ നോവലായ മതിലുകൾ ചലച്ചിത്രമായപ്പോൾ അത് സംവിധാനം ചെയ്തത് ആരായിരുന്നു? ബഷീറിന്റെ നോവലായ മതിലുകൾ ചലച്ചിത്രമായപ്പോൾ അത് സംവിധാനം ചെയ്തത് ആരായിരുന്നു? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ഉത്തരം റൊണാൾഡ് E. ആഷർ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തതാര്? ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തതാര്? ഉത്തരം MA റഹ്മാൻ. ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാര്? ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഉത്തരം MK സാനു. ബഷീറിന്റെ മക്കൾ ആരെല്ലാം? ബഷീറിന്റെ മക്കൾ ആരെല്ലാം? ഉത്തരം അനീസ്, ഷാഹിന. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത്? ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത്? ഉത്തരം യാ ഇലാഹി. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവലേത്? ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവലേത്? ഉത്തരം പ്രേം പാറ്റ.
ബഷീർ അന്തരിച്ചത് എവിടെ? വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എവിടെ? ഉത്തരം ബേപ്പൂർ. ബേപ്പൂരിൽ ബഷീർ താമസിച്ചിരുന്ന വീടിന്റെ പേരെന്തായിരുന്നു? ബേപ്പൂരിൽ ബഷീർ താമസിച്ചിരുന്ന വീടിന്റെ പേരെന്തായിരുന്നു? ഉത്തരം വയലാലെ വീട്. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്ന്? വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്ന്? ഉത്തരം 1994 ജൂലൈ 5.